സ്വാഗതം. തദ്ദേശം 2025 ഇന്ന് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ക്രമം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഡിസംബർ 9-നും 11-നും വോട്ടെടുപ്പ്, ഡിസംബർ 13-ന് വോട്ടെണ്ണൽ. ഇതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെയും വോട്ടെണ്ണലിൻ്റെയും ക്രമം. 1199 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. അതിൽ 941 ഗ്രാമപഞ്ചായത്തുകളാണ്, 86 മുനിസിപ്പാലിറ്റികൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 6 കോർപ്പറേഷനുകൾ. ഇങ്ങനെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ളത്. സംസ്ഥാനത്ത് ഒരൊറ്റ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കില്ല. അത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. അതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റൊരു ഘട്ടത്തിലായിരിക്കും. അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും ഈ പറഞ്ഞ തീയതികളിൽ വോട്ടെടുപ്പും ഡിസംബർ 13-ന് വോട്ടെണ്ണലും നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11-നുമായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. സാങ്കേതികമായ ഈ പ്രക്രിയക്കപ്പുറത്ത് ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് സംസ്ഥാനത്ത് നടക്കുക. ആ രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ് പോവുക. ഒരു 3 മാസത്തിനപ്പുറം, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു 4 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് ആ മുന്നണിയും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായ CPM-ഉം പിന്നീട് വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് സാധിച്ചതിൻ്റെ കാഴ്ചയും നമ്മൾ കണ്ടു. ഏതാണ്ട് 15% വോട്ട് BJP കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു. UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അവരുടെ പ്രതീക്ഷകളുമായി വെച്ച് നോക്കുമ്പോൾ നിരാശ പകരുന്നതായിരുന്നു. കാരണം അവരുടെ കൈവശമുണ്ടായിരുന്ന ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ പ്രധാനപ്പെട്ട ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം അവർക്ക് നഷ്ടപ്പെട്ടു. വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. അതിൽ നിന്ന് മാറി ഇത്തവണത്തേക്ക് വരുമ്പോൾ UDF മുൻകൂട്ടി തയ്യാറെടുപ്പുകളോട് രംഗപ്രവേശം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ അവർ സ്ഥാനാർത്ഥികളെ, കോർപ്പറേഷനിലെ ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി വരുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഗോദയിൽ ഇക്കുറി ഇറങ്ങിയിരിക്കുന്നത് UDFും കോൺഗ്രസുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ, കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി ദീർഘനാളായി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഒക്കെ നിരീക്ഷിച്ച സീനിയർ ജേർണലിസ്റ്റ് MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ തദ്ദേശം 2025 നമ്മൾ ഈ സാങ്കേതികത്വത്തിനപ്പുറം ഈ സാധാരണഗതിയിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ LDFന് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകൾ നമ്മളെടുത്ത്, അതിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ LDF തോറ്റിട്ടുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDFനും CPM-നും ഒക്കെ ഒരു എഡ്ജ് ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇത്തവണ ഈ ജനക്ഷേമം മുൻനിർത്തിയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അതോ ഇപ്പോൾ UDF കുറെ കൂടെ കെട്ടുറപ്പോടെ മുന്നോട്ട് വരുന്നു എന്നുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നത്, ആ അഡ്വാൻറ്റേജ് UDFന് എടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിന്റെ ഏറ്റവും ഒരു സവിശേഷത ഈ വരാൻ പോകുന്ന പ്രാദേശിക സർക്കാരുകളുടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഇക്കുറി ഒരുപക്ഷെ നമ്മുടെ ഈ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ വളരെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് നടന്ന ഈ ഇതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ സവിശേഷതകളും പ്രാധാന്യവും ഇക്കുറി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്നതുപോലെ അടുത്ത മെയ് മാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ്, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിന്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ 2021 ഒരു ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമായ ഒരു തുടർ വിജയം ഇടതുപക്ഷത്തിന് ലഭിച്ചതും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അസാധാരണമായിട്ടുള്ള
തീർച്ചയായിട്ടും 77-ൽ സംഭവിച്ചിട്ടുണ്ട്. അതൊഴിച്ചാൽ അതൊരു അസാധാരണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലായിരുന്നു നമുക്കറിയാം. അതൊഴിച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു തുടർ വിജയം. ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ ഗതിമാറ്റത്തെ സൂചിപ്പിക്കുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ട പോലെ പ്രാധാന്യമുള്ളതാണ്. രണ്ട്, അത് കഴിഞ്ഞ് 2021 മുമ്പ് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം. അത് കഴിഞ്ഞ് 2021 ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു തുടർ വിജയം. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അമ്പേ പരാജയം LDFന്. അത് കഴിഞ്ഞ് നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കഷ്ടിച്ച് ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പൊതുവെ അപ്പൊ നമ്മൾ കാണുന്നത് 2021 ശേഷം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇടതുപക്ഷത്തിന് ഈ സർക്കാരിന്റെ വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു സ്വഭാവം കേരളം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ മെയ്ന് മുമ്പ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനൊരു സൂചകമാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ ഒരു 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 അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ അടുത്ത മെയ് മാസത്തോട് നടക്കാൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ അവശേഷിച്ച ഒരു സംസ്ഥാനത്ത് കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ ഈ റീഓർഗനൈസേഷന് ശേഷം ഒരുപക്ഷെ ഒരു ചുരുക്കമായി മാത്രമേ വളരെ ഏതാണ്ട് 67 മുതൽ എവിടെയെങ്കിലും ഒക്കെയുള്ള ബംഗാളിലോ കേരളമോ അതും കഴിഞ്ഞ് ത്രിപുരയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷത്തിന് സാന്നിധ്യമില്ലാത്ത, അധികാരത്തിൽ സാന്നിധ്യമില്ലാത്ത തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ തന്നെ വളരെ ഉദ്വേഗജനകമായ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറ്റിയിരിക്കുന്നു. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അതിന്റെ ഏറ്റവും വലിയൊരു കർട്ടൻ റൈസറായിട്ടോ അതിന്റെ ദിശാസൂചകമായിട്ടോ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിക്കാണ് ഇതിനിങ്ങനെ ഒരു പ്രാധാന്യം. ഇതിനൊക്കെ പുറമെ കേരളത്തിൽ ഈ BJPയുടെ ആവിർഭാവം നമ്മൾ 2024 കണ്ടു. ചരിത്രത്തിൽ ആദ്യമായി അവർ 20% അടുത്തേക്ക് NDAയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഏതാണ്ട് ഒരു 5-6% നിന്നാണ് കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു വലിയ കുതിച്ചുചാട്ടം. അതെത്ര മാത്രം. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ അവരുടെ പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ഒരിക്കലുമില്ലാത്ത പോലെ വളരെ വളരെ നിർണായകമായ ഒരു സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുകയാണ്. അജയ് ചോദിച്ച പോലെ ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ ഈ ADFനെ സംബന്ധിച്ചിടത്തോളം അവർ മുൻകൂട്ടി തന്നെ അവർ പതിവില്ലാതെ തന്നെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തു നിയോഗിക്കുന്നു എന്നുള്ളതൊരു അനുകൂല ഘടകമായിരിക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഈ പറഞ്ഞ പോലെ അവരൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വളരെ പ്രധാനമായിട്ടുള്ള ചില പരിപാടികൾ, പ്രോജക്റ്റുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ ചർച്ചാ വിഷയമാകുമ്പോൾ ഇത് രണ്ടും ഇടതുപക്ഷത്തിന് ആ അർത്ഥത്തിൽ അതിനൊരു മുൻതൂക്കമുണ്ട്, UDFന് മറ്റേ അർത്ഥത്തിൽ ഒരു മുൻതൂക്കമുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഇപ്പോൾ LDFനെ സംബന്ധിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങുന്നു. ഇത് കഴിഞ്ഞ 10 വർഷത്തിനിടെ 2 തവണ നമ്മൾ കണ്ടു. UDFനെ സംബന്ധിച്ചാണെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക, പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു, പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. BJPയെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് അവർ കൈവശപ്പെടുത്തി, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആകുമ്പോഴത്തേക്ക് അത് ഏതാണ്ട് 10% താഴ്ന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോൾ വീണ്ടും അത് 20% എത്തുന്നു. ഈ ഒരു വേവ് നേച്ചർ ഈ 3 മുന്നണികളെ സംബന്ധിച്ചും കേരളത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ ഒരു ദശകത്തിനിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നുണ്ട്. ഈ നേച്ചറിൽ നിന്ന് കുറച്ചുകൂടെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ റിയലൈൻമെന്റിന്റെ സൂചകമായി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാറുമോ? രാജീവ്, നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ കഴിഞ്ഞ ഒരു 2011 ശേഷമുള്ള അല്ലെങ്കിൽ 2006 മുതൽ പറയാവുന്ന 6 മുതൽ കാണുന്ന ഒരു സവിശേഷത, അതായത് 25 കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായി കാണുന്ന ഒരു സവിശേഷത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാണുന്നത് ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ ഒരു വലിയ മേധാവിത്വം കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള ചരിത്ര സന്ധിയാണ്. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു മേധാവിത്വം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ
എന്താ 16-ന്റെയും 21-ന്റെയും തുടർ വിജയങ്ങളെ പറ്റി മാത്രമല്ല പറയുന്നത്, അതിന് മുമ്പുണ്ടായിരുന്നല്ലോ ഈ 11-16 പോലും വാസ്തവത്തിൽ പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പോലും പറഞ്ഞ പോലെ കഷ്ടിച്ചാണ് അവര് 4 സീറ്റിന്റെ ഒരു അസാധാരണ, അതും അന്ന് ഇടതുപക്ഷത്തിനുള്ളിൽ CPM-നുള്ളിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അതിനു മുമ്പ് 2006 മുതൽ കാണുന്ന ഒരു വിജയത്തിന്റെ ഒരു തുടർച്ച ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഇടതുപക്ഷം ഏറ്റവും അധികം പിന്നോട്ട് പോയ ഒരു കാലമാണ് ഇതെന്നുള്ളത് കൂടെ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. പിന്നോട്ടായിട്ട് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തിരിച്ചടികൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് ലഭിച്ചപ്പോഴാണ് കേരളം മാത്രം അതിൽ മാറി നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയാണ്. അത് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ സംഭാവനയാണോ, ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും സംഘടനാപരമായോ പ്രത്യയശാസ്ത്രപരമായോ ആയ ഒരു മുന്നേറ്റത്തിന്റെ സൂചകമാണോ എന്ന് ചോദിച്ചാൽ അത് തർക്ക വിഷയമാണ്. എന്റെ അഭിപ്രായത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള കാരണമായത് നമ്മുടെ ഈ ഇരുധ്രുവ രാഷ്ട്രീയം, ബൈപോളാർ പൊളിറ്റിക്സ് തുടർച്ചയായുള്ള അതിന്റെ പാരമ്പര്യം അവസാനിച്ചതിന്റെ ഒരു സൂചനയാണ്. ഒരു മൂന്നാമത്തെ ശക്തിയായിട്ട് 2006 മുതൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തുടങ്ങി 2006 മുതൽ BJP അല്ലെങ്കിൽ ഈ സംഘപരിവാരം അല്ലെങ്കിൽ NDA കേരളത്തിലെ ഒരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന്റെ അടിയന്തരമായിട്ടുള്ള പ്രയോജനം തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഇലക്ട്രൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയാ അതിന്റെ ഗുണഭോക്താവായി മാറിയത് ഇടതുപക്ഷമാണ്. അത് ഏതെങ്കിലും ഒരു രഹസ്യധാരണയോ അല്ലെങ്കിൽ അന്തർധാരയോ ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അതൊന്നും അല്ല, അത് നമുക്ക് മുമ്പിൽ നിന്ന് കാണാൻ കഴിയും. പക്ഷെ ഈ നമ്മുടെ ഇലക്ട്രൽ ഡൈനാമിക്സിൽ ഈ സമവാക്യങ്ങളിൽ ആദ്യമായി മൂന്നാമതൊരു സ്പ്ലിറ്റ് വരികയും ഈ ബൈപോളാർ പൊളിറ്റിക്സിനെ ഉണ്ടായിരുന്ന ബൈപോളാർ പൊളിറ്റിക്സിനെ അത് വീണ്ടും ഒരു ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് മാറുകയും ചെയ്തപ്പോൾ ഇതുവരെ 2006 മുതൽ അതിന്റെ പ്രത്യക്ഷത്തിലും അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഗുണഭോക്താവായി മാറിയത് ഇടതുപക്ഷമാണ്. കാരണം UDF-നെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ആന്റി ലെഫ്റ്റ് വോട്ടുകൾ, ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളിലുണ്ടായ പിളർപ്പാണ് അതിന്റെ കാരണം. 57 മുതൽ നമ്മൾ കേരളത്തിൽ കാണുന്നതാണ് ഇടതുപക്ഷ ശക്തികളെല്ലാം ഒന്നിച്ചു നിന്നാൽ ഇടതുപക്ഷത്തിനെക്കാട്ടിലും വലിയതാണ് ന്യൂമറിക്കലി സംഖ്യാപരമായി നോക്കുമ്പോഴേക്കും. പക്ഷെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക 67 EMS എന്റെ സപ്തകക്ഷി മുന്നണി ചെയ്തതുപോലെ ആ പിളർപ്പ് ആ ചേരിയെ പിന്നെ പൊളിക്കുകയാണ് ചെയ്തത്. ആ ചേരി പിന്നെ പൊളിയുന്നത് വാസ്തവത്തിൽ ഈ BJP-യുടെ ആവിർഭാവത്തോടെ അത് UDF-ന്റെ വോട്ടുകളിൽ തന്നെ മാറി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താവായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇനി നമ്മൾ അറിയാൻ പോകുന്നത് അതെപ്പോഴും ഇങ്ങനത്തെ ഒരു ധ്രുവ രാഷ്ട്രീയം 3 ധ്രുവങ്ങളിലേക്ക് മാറുമ്പോൾ അത് താൽക്കാലികമായി അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗുണഭോക്താവ് എന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ കൂടെ നമുക്ക് അറിയാനുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJP അതിൻ്റെതായ സ്വന്തം ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ശക്തി സ്ഥലങ്ങൾ ഉണ്ടാക്കുകയും ഈ 20 നിന്ന് പിന്നെ മുന്നോട്ട് പോയാൽ അത് ആരെയാണ് സഹായിക്കുക. അല്ലെങ്കിൽ 20% വന്നപ്പോൾ നമുക്ക് കണ്ടു LDF-ന്റെ വൻ തകർച്ച 2024 കണ്ടു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഗുണഭോക്താവ് ഒരുപക്ഷെ നിഷ്ക്രിയമായി തന്നെ ഗുണഭോക്താവായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അത് മറുപക്ഷത്തേക്ക് ചെരിഞ്ഞ് അത് ഇടതുപക്ഷത്തിനെ കൂടെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ കൂടെ ബാധിക്കുകയും അവരെ തളർത്തുകയും ചെയ്യുന്ന രീതിയിൽ BJP-ക്ക് വളരാനാവുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂർ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായ ആലത്തൂർ അടക്കം മണ്ഡലങ്ങളിലുണ്ടായ BJP-ക്കും NDA-ക്കും ഉണ്ടായ വോട്ട് വർധന, ആ വർധനയുടെ ആ പാറ്റേൺ ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന ഒരുപക്ഷെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തന്നേക്കാം. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അതേ വോട്ടിംഗ് പാറ്റേൺ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എങ്കിൽ പോലും ആനുപാതികമായ ഒരു വർധന ഉണ്ടായാൽ പോലും അത് മാറ്റത്തിൻ്റെ സൂചനയായി കാണണം. തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു പുതിയ തരത്തിലുള്ള ഒരു പോളറൈസേഷന്, ധ്രുവീകരണത്തിന് വഴി തെളിക്കുമോ എന്നുകൂടി. ഇപ്പൊ 2024 സംഭവിച്ചത് അത് പിന്നെ ഇങ്ങനെയാണെങ്കിലും
നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പിന്നെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളാകുമ്പോഴേക്കും അതെങ്ങനെയാണ് അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിനിപ്പോ ഏഹ്, ഇതുവരെ പലരും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ UDF-നെ അത് പൂർണ്ണമായിട്ടും അത് അരികുവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ, ഒരു രണ്ടാമത്തെ മുഖ്യ കക്ഷിയായി BJP-യും അല്ലെങ്കിൽ NDA-യും ഉയരുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ച ദേശീയ തലത്തിൽ തന്നെ ഇതുവരെ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. അത് ബോധപൂർവം BJP-യുടെ ഒരു പൊളിറ്റിക്കൽ ഗെയിം ആണെന്നും അതുകൊണ്ട് ഇടതുപക്ഷം ജയിച്ചാലും കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന്റെ വഴിയായിട്ട് ഇന്ന് ഇടതുപക്ഷത്തിന് പ്രയോജനമുണ്ടായാലും നാളെ അത് തങ്ങൾക്ക് പ്രയോജനകരമാവും, കേരളം പിടിച്ചെടുക്കാനാവുന്ന രീതിയിൽ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും മാർജിനലൈസ് ചെയ്യും. ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ള തനി വലതുപക്ഷം ഇടതുപക്ഷവുമായിട്ട് ഈ രാഷ്ട്രീയം മാറുമോ എന്നുള്ളതൊക്കെയാണ് ഇന്നിപ്പോ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് അത് ഇടതുപക്ഷം ബോധപൂർവം BJP-യെ സഹായിക്കുന്നു, BJP ബോധപൂർവം ഇടതുപക്ഷത്തെ സഹായിക്കുന്നു എന്നൊന്നും പറയുന്ന ആളല്ല, അതിനൊന്നും നമ്മുടെ തെളിവില്ല. പക്ഷെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ പ്രോസസ്സുകൾ, ഈ പ്രക്രിയകൾ അതിലേക്കാണോ വഴിതെളിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയിക്കും. പക്ഷെ ഇതിന് ഒരു ചലഞ്ച് എന്നുള്ളത്, ഒരു വെല്ലുവിളി കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ 45% വരുന്ന ന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യമാണ്. ഈ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷവും കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളതാണ് ഈ 2024-ലും പരമ്പരാഗതമായിട്ടും 2021-ൽ അതൊന്നും ഫലിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ പരമ്പരാഗതമായി നമ്മൾ എന്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു 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 ബ്ലോക്ക് ഈ ഒരു എന്താ പറയാ ഈ പിന്നെ മതപരമായിട്ടുള്ള ഈ ഒരു സവിശേഷത എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കണ്ടീഷനിൽ എന്ന് വളരെ അറിയേണ്ട കാര്യമാണ്. അവിടെയാണ് BJP ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ മറ്റും കടന്നു കയറാൻ ശ്രമം നടത്തുന്നത്, അഥവാ കോൺഗ്രസിനെ ഇങ്ങനെ കൂടുതൽ അരിവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ BJP-ക്ക് ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഒരു വിഭാഗം പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ആ പൊളിറ്റിക്കൽ ഇക്വേഷൻസിന് വീണ്ടും ചില മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞേക്കും. എന്തായാലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കാര്യമായ പ്രതീക്ഷ BJP-ക്ക് വെച്ച് പുലർത്താനാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് ദുർബലമാവുകയാണെങ്കിൽ മുസ്ലിം ലീഗ് എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് വരുന്ന ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളായിട്ട് ഉയരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ പോയിന്റിലേക്ക് വരാൻ മുമ്പ് ഈ BJP-യുടെ കാര്യത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ട് അടുക്കാൻ BJP ശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് അവിടെയുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉണ്ടായ വിജയത്തിന് പിന്നിൽ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലുണ്ടായ ഒരു ഷിഫ്റ്റ് കാരണമായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത് കുറെ കൂടെ ക്ലാരിറ്റി വരും എന്നെനിക്ക് തോന്നുന്നു. അതായത് ഈ മേഖലകളിലൊക്കെ ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൃത്യത വരാൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ LDF-ന്റെ CPM-ന്റെ വോട്ട് ബാങ്കിലുണ്ടായ വിള്ളലും അതും സ്ഥായിയായ ഒരു പ്രതിഭാസമാണോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കും. തീർച്ചയായിട്ടും അതിന്റെ ഒരു പരിശോധനയാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അഥവാ BJP-യുടെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാനുള്ള അവരുടെ ശ്രമം ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും അതിനനുകൂലമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും സഭാ നേതാക്കന്മാരെല്ലാവരും ഡൽഹിയിൽ പോയി BJP നേതാക്കന്മാരെ കൂടെ നിൽക്കുന്നൊക്കെ കണ്ടു. ഒരു വിഭാഗത്തിന് തീർച്ചയായിട്ടും അതിന് ഒരുപാട് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്, ഒരു സിവിലൈസേഷണൽ പ്രശ്നങ്ങളുണ്ട്, ഒരു ക്രിസ്ത്യൻ മുസ്ലിം ആഗോളതലത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ഇതുപോലെയുള്ള കുറച്ചുകൂടെ സമഗ്രമായിട്ടുള്ള തരത്തിലുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ തീർച്ചയായിട്ടും ഈ സൂക്ഷ്മതലത്തിലുള്ള ഏറ്റവും താഴെ തലത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ആരാണ് സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സവിശേഷതകൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രാദേശികമായ തലങ്ങളിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ബന്ധങ്ങൾ, അതൊക്കെ വളരെ പ്രധാനമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള കൂടുതൽ മാക്രോ ആയിട്ടുള്ള കൂടുതൽ വലിയ തരത്തിലുള്ള ഈ മാറ്റങ്ങളുടെ ഒരു സൂചന മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ അഥവാ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത് ഉടനെ തന്നെ പഞ്ചായത്ത് തലത്തിൽ അത് ബാധിക്കണമെന്നില്ല. പക്ഷെ ചില സൂചനകൾ നമുക്ക് ലഭ്യമാകും എന്നും ഇതെല്ലാം ഈ പറഞ്ഞ പോലെ 2026 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സൂചകങ്ങൾ മാത്രമായിട്ട്
മാത്രമേ നമുക്കത് കാണാൻ കഴിയൂ. അതുകൊണ്ട് വളരെ വലിയ തോതിൽ എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള BJP-യുടെ ഈ തന്ത്രം വലിയ തോതിൽ ബാധിക്കാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ചില സൂചനകൾ നമുക്ക് ലഭിച്ചേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു UDF ഇത് പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഡർഷിപ്പ് ഇത് കൃത്യമായി മുൻകാലത്തില്ലാത്ത വിധം മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ മുൻകൂട്ടി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് UDF-നും കോൺഗ്രസിനും സംസ്ഥാനത്ത് മൊത്തത്തിൽ നൽകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതിന് തൊട്ടുപുറകെ ഇപ്പോൾ കൊല്ലത്ത് പ്രഖ്യാപിക്കുന്നു, ഇപ്പോൾ കോഴിക്കോട് ഇന്ന് തന്നെ 22 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, മറ്റു പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്ന് പറയാൻ അവർക്ക് ആത്മവിശ്വാസത്തോടെ സാധിക്കും. ഈ ഒരു ക്രൈസിസ് കോൺഗ്രസ് ലീഡർഷിപ്പ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ ഓവർകം ചെയ്തില്ല എങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം വലുതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിനൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ UDF മുന്നണി എന്ന് പറയുന്നതിനെ ഏത് രൂപത്തിലായിരിക്കും ഇനി തുടരുക എന്നുള്ള ചോദ്യമൊക്കെ നമ്മളുടെ മുന്നിലുണ്ട് എന്ന് കോൺഗ്രസ് ലീഡർഷിപ്പ് തിരിച്ചറിയുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരു വലിയ പരിധി വരെ ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ അതൊരു ഒരു ഒരു സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന ഒരു ജാഗ്രതയോ അതിന്റെ ഒരു മുൻകൈയിൽ മാത്രമായിട്ട് അത് മാത്രമേ ഇതുവരെ പ്രകടമായിട്ടുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു സുസംഘടിതവും സമഗ്രവുമായിട്ടുള്ള ഒരു റോഡ് മാപ്പ്, ഒരു പ്ലാൻ, പദ്ധതി ഇതൊന്നും വാസ്തവത്തിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ നേതൃതലത്തിലുള്ള ഈ അഭിപ്രായ സംഘടനകളും ആരാണ് മുഖ്യമന്ത്രിയാവാൻ പോകുന്നത് എന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ സജീവമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരുപക്ഷെ പതിവില്ലാത്ത വിധം കോൺഗ്രസിന് UDF-ന് അതിനൊരു മേൽക്കൈ ലഭിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു ഡിസംബർ 9 നടക്കാൻ പോകുന്നതാണ് തെരഞ്ഞെടുപ്പ് എന്നറിയാം. ഡിസംബർ 9 മുമ്പ് നടക്കുന്ന ഈ ഒരു മാസക്കാലത്ത് അതിന്റെ ആരംഭ ദശയിൽ ഒരു മേൽക്കൈ എന്നുള്ളത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ, അതിന്റെ പ്രയോജനം അതോടെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോ ഇന്നോ നാളെയോ ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ പേരുകളൊക്കെ വരുന്നതോടുകൂടി നമുക്ക് അപ്പോ അതിനു മുമ്പുള്ള കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ അതിനുണ്ടായിരുന്ന മേൽക്കൈ എന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രസക്തി കുറഞ്ഞു വരികയുള്ളൂ. അതുകൊണ്ട് അത് ഒരു സ്റ്റെപ്പ് എന്നുള്ളതിരിക്കെ ഒരു ചുവടുവയ്പ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അത് അഭിനന്ദനീയമാണ്. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതി, ഈ പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടോ പദ്ധതിയോ ഇനിയും UDF-ൽ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. LDF-നെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, അതുപോലെ ഗസ്റ്റ് ലെക്ചർമാർ ഇവരുടെയൊക്കെ വേതനം വർദ്ധിപ്പിക്കുന്നു, റബ്ബറിൻ്റെ സംഭരണ വില കൂട്ടുന്നു, നെല്ലിൻ്റെ സംഭരണ വില കൂട്ടുന്നു, സംഭരണം നടക്കുന്നില്ല എന്നുള്ള പ്രശ്നം നെൽകർഷകർ നേരിടുന്നുണ്ടെങ്കിൽ പോലും സംഭരണ വില കൂട്ടും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ LDF ചെയ്യുന്നു. അത് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. അതൊരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇപ്പുറത്ത് മറ്റ് നിരവധിയായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്കൽ ഇലക്ഷനിൽ ഏറ്റവും അധികം സ്വാധീനിക്കാനിടയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വന്യമൃഗ ശല്യം ഒരു പ്രശ്നമാണ്, തെരുവുനായകളുടെ ശല്യം ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDF-ന് തലവേദനയാകാനുമുണ്ട്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്ഥാനാർത്ഥികളുടെ തീരുമാനം, സ്ഥാനാർത്ഥികളും ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത് വെച്ചിട്ടാണ് LDF ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ സാധാരണ നിലയ്ക്ക് എഡ്ജ് ഉണ്ടാക്കിയെടുക്കാറ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് പോകാൻ, അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിവൈകാരികമായ ഒരു അന്തരീക്ഷം, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ പാകത്തിലായോ ഈ ക്ഷേമ പദ്ധതികളുടെ ഒക്കെ പ്രഖ്യാപനം? LDF നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയ ഹാൻഡിക്യാപ്പോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അത് ഒരു പൊതുവെയുള്ള ആന്റി ഇൻകംപൻസി എന്ന് പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം, അതിന് പുറമെ നമ്മൾ ദൈനംദിനം കാണുന്ന ഈ വലിയ വിവാദങ്ങളുടെയും അതിന്റെ തർക്കങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒക്കെ ബഹളം, എന്നിങ്ങനെയുള്ള ഒരുപാട്, പിന്നെ ഈ പറഞ്ഞ പോലെ 2024 തെരഞ്ഞെടുപ്പിലുണ്ടായ റിസൾട്ടിൽ തന്നെ ഉണ്ടായ അടി, ഇങ്ങനെ ഒരുപാട്, ഇപ്പോ ഒരു കായിക ഭാഷ പറഞ്ഞ ഒരു ഹാൻഡിക്യാപ്പോട് കൂടിയാണ് ആരംഭിക്കുന്നത്.
അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഒരു പാക്കേജ്, ഈ പറഞ്ഞ പോലെ ഒരു ക്ഷേമ പദ്ധതികളുടെ ഒരു പാക്കേജ് വളരെ സമർത്ഥമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തിനെ കുറിച്ചൊക്കെ ചർച്ചാ വിഷയവും തർക്ക വിഷയവും ഒക്കെ ആണെങ്കിലും ഫലത്തിൽ ഏറ്റവും താഴത്തെ തലത്തിൽ അനുകൂലമായി വരുന്ന അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ട് മനുഷ്യരെ വോട്ടർമാരെ ചിന്തിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അഭിനന്ദിക്കും. പ്രത്യേകിച്ചും ഇടതുപക്ഷം ഈ വലിയ വിവാദങ്ങളുടെയും ബഹളങ്ങളുടെ ഇടയിലും കാര്യമായി അതിനെ ചെറുക്കാനോ അതിനെ അതിജീവിക്കാനോ അതിനെ പ്രതിരോധിക്കുക, അതായത് ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടായിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുടെയും അത് മാധ്യമങ്ങൾ വളരെ സംഘടിതമായി തന്നെ അതിനെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും ഇടതുപക്ഷം കാര്യമായി അതിനൊരു പ്രതിരോധമോ ഒരു ചെറുത്തുനിൽപ്പോ നടത്തിയതായി കണ്ടിരുന്നില്ല. ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയോ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയോ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ഒരുപക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ശ്രമങ്ങളുടെ രീതിയിലേക്ക് ചില ശ്രമങ്ങളുടെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാനോ ഒക്കെയുള്ള യാതൊരു കാര്യമായ ശ്രമമൊന്നും നടത്തി കണ്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ ഒരു പൊളിറ്റിക്കൽ ഇലക്ട്രൽ പാക്കേജ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു വൻകിട, ഇതിന്റെ ഫലം കിട്ടുമോ അതിന്റെ പ്രയോജനം കിട്ടുമോ എന്നൊക്കെയുള്ള പ്രശ്നം ബാക്കി. പക്ഷെ അത് ഒരു 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 ഒപ്റ്റിക്സിന്റെ തലത്തിലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോ പീപ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അത് അംഗീകരിക്കപ്പെടും. അത് അതിന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അത് മതിയോ എന്നുള്ള വളരെ പ്രധാനമാണ്. പിന്നെ പാർട്ടിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത നമുക്കറിയാവുന്ന പോലെ എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മിക്കവാറും എല്ലാ കാലത്തും തന്നെ ഇടതുപക്ഷത്തിനാണ് അതിനുള്ള മേൽക്കൈ കിട്ടുന്നത്. അസംബ്ലിയിലും നിയമസഭയിലൊക്കെ പരാജയപ്പെടുന്ന കാലത്ത് പോലും അത് ആ പാർട്ടിയുടെ പരമ്പരാഗതമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ചില ശക്തിയുടെ ഭാഗമാണ്. അത് ഏറ്റവും സംഘടിതമായിട്ടുള്ള, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ, ഏറ്റവും പ്രാദേശികമായ തലത്തിൽ വരെ എത്തിയിരിക്കുന്ന പൊളിറ്റിക്കൽ നെറ്റ്വർക്കിന്റെയും പൊളിറ്റിക്കൽ ഓർഗനൈസേഷണലായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ശക്തിയുടെയും താരതമ്യേന ഇപ്പൊ ഇന്നത്തെ കാലത്ത് വീണ്ടും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ താരതമ്യേന ജനങ്ങളുമായിട്ടും ജനങ്ങളുടെ പ്രശ്നമായിട്ടും ഏറ്റവും അധികം ബന്ധപ്പെട്ട് കഴിയുന്ന കേഡറുകളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ സാന്നിധ്യം, ഇതെല്ലാം കാരണം എല്ലാ കാലത്തും അനുകൂലമായ കാര്യങ്ങളാണ്. അപ്പൊ അതൊരു ശക്തിയാണ്. അതിന് പുറമെ ഇതൊരു ശക്തി. പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പോലെ പുതിയ പൊളിറ്റിക്കൽ സമവാക്യങ്ങൾ മാറി BJPയുടെ സാന്നിധ്യം വരുന്നു. ഇടതുപക്ഷത്തിന് തന്നെ 10 വർഷത്തായിട്ടുള്ള അധികാരത്തിലേക്ക് വന്നതിന്റെ ഒരു വരേണ്യ സ്വഭാവമുണ്ട്. അത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിരിക്കുന്നതിന്റെ പ്രതിച്ഛായ നഷ്ടത്തിന്റെ കുറവ്, ഇതെല്ലാം മറികടക്കാൻ ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്നുള്ള രീതിയിലും ഇത് കാണാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാവുന്ന സ്ഥിതിക്ക് പുതിയ വാഗ്ദാനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്തൊക്കെയാണ് അവരുടെ പൊളിറ്റിക്കൽ മൂവ് എന്നുള്ളത് അത് SNDP NSS ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതിലൂടെ അതൊക്കെ നമുക്ക് കാണാം, വ്യക്തമായിട്ട് കാണാം. ഇങ്ങനത്തെ ചില പൊളിറ്റിക്കൽ മൂവ്സ് ഉണ്ട്. പക്ഷെ അത് മതിയോ എന്നുള്ള തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, മുമ്പോട്ടുള്ള സ്റ്റെപ്പാണ്. അത് മതിയോ എന്നുള്ളത് ഒരുപക്ഷെ തർക്ക വിഷയമാണ്. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചത്, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ കേരളത്തിലെ ഈ മുന്നണി സംവിധാനം, ബൈപോളാർ പൊളിറ്റിക്സ് ഒരു ത്രികക്ഷി രാഷ്ട്രീയമായി വികസിച്ചൊരു കാലത്ത് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഡയറക്ഷൻ തന്നെ നിർണ്ണയിക്കാൻ പാകത്തുള്ളൊരു തെരഞ്ഞെടുപ്പായി നമ്മളിതിനെ കാണണം. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഇലക്ഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം തന്നെ ചിലപ്പോൾ മാറിയേക്കാം എന്നൊരു തോന്നലുണ്ടോ? അപ്പോൾ LDFനാണ് മേധാവിത്വം, LDF അതിൻ്റെ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ളൊരു മേധാവിത്വം തുടരുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ്, അതിലെന്തെങ്കിലും ഒരു ഇടിവുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകാനുള്ളൊരു ഒരു റിയലൈൻമെൻറ്റിൻ്റെ സാധ്യത, ഇങ്ങനെ പല സാധ്യതകൾ ഒരുപക്ഷെ ഈ ഡിസംബർ 13 ശേഷം ഉള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു വമ്പൻ വിജയം ഇടതുപക്ഷത്തിന് ലഭിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ തീർച്ചയായിട്ടും അതിന്റെ വലിയ ശക്തി 1-2 പാർട്ടികൾ മാത്രമാണ്. പക്ഷെ ചെറിയ കക്ഷികളിൽ ഇതിനകം തന്നെ പ്രകടമായിരിക്കുന്ന ചില അസംതൃപ്തിയുണ്ട്. കേരള കോൺഗ്രസിനെ മാണിയുടെ കേരള കോൺഗ്രസിനെ ആകർഷിക്കാൻ അല്ലെങ്കിൽ അതിനെ വേണ്ടിയിട്ടുള്ള ക്ഷണം UDF അതിശക്തമായി നടത്തുന്നുണ്ട്.
RJD കഴിഞ്ഞ ദിവസം നടത്തിയ പ്രമേയത്തില്, രാഷ്ട്രീയ പ്രമേയം ഇടതുപക്ഷ സർക്കാരിൽ വേണ്ട പോലെ ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള ആരോപണം, പരാതിയുണ്ട്. ഇതെല്ലാം പ്രധാനമാണ്. അതിന്റെ കൂടെ തന്നെ ഈ സാമുദായികമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് NSSുമായിട്ടുള്ള ചില പുതിയങ്ങളൊക്കെ ആരംഭിച്ച ഇടതുപക്ഷത്തിന് അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു വശം. മറുവശത്ത് പറഞ്ഞ പോലെ വലിയ തകർച്ച, കഴിഞ്ഞ തവണ ഉണ്ടായ പോലെ തകർച്ചയാണ് UDF കാത്തിരിക്കുന്നതെങ്കിൽ UDFിലും ഈ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെ മുസ്ലിം ലീഗ് ഒരു പക്ഷെ മുന്നണി വിട്ടു പോകാനൊന്നും സാധ്യതയില്ലായിരിക്കും. പക്ഷെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമെങ്കിലും വളരെ ഗുരുതരമാണ് അവസ്ഥയെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് പുനരാലോചന വേണം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ശക്തമായി വരുന്ന ഒരു കാലമാണ്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ രാജീവ് പറഞ്ഞ പോലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഒരുപക്ഷെ സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ നമ്മൾ കൽപ്പിക്കുന്ന തരത്തിലൊക്കെ തന്നെയുള്ള വളരെ വലിയ ഒരു പ്രാധാന്യം നൽകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും ഒക്കെ വളരെ കാര്യമായി സ്വാധീനിക്കാവുന്ന, ഭാവിയിലേക്ക് ചൂണ്ടുപലകയാവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. റൈറ്റ്. എന്തായാലും ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നാട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നാട്ടുകാരുമായിട്ട് വളരെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ അതിനുള്ള ഒരു സ്ഥാനവും വളരെ വലുതാണ്. പക്ഷെ അതിനൊപ്പം തന്നെ പ്രധാനമാണ് ഈ ഫലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനിടയുള്ള ആഘാതങ്ങൾ. അത് ഡിസംബർ 13 ശേഷം നമുക്കറിയാം. പക്ഷേ അതിലേക്കുള്ള സൂചനകൾ ഒരുപക്ഷെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ നടക്കുന്ന ദിനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ അങ്ങോട്ട് മുന്നണികൾക്കുള്ളിൽ ഉണ്ടാകാനിടയുള്ള, അല്ലെങ്കിൽ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകാനിടയുള്ള അസ്വാരസ്യങ്ങൾ, അതിൻ്റെ തുടർച്ച, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉരുത്തിരിയുന്ന രാഷ്ട്രീയത്തിലും പ്രധാനമാകും എന്ന് തന്നെ കരുതണം. വളരെയധികം നന്ദി സാർ ഞങ്ങളോട് സംസാരിച്ചതിന്. തദ്ദേശം 2025 ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.